ഹൈവേയിൽ നിന്നും വെറും 400 മീറ്റർ ദൂരം മാത്രം പോയി കഴിയുമ്പോൾ 19.5 സെന്റ് സ്ഥലത്തിനകത്ത് 4 ബെഡ്റൂം 4ഉം അറ്റാച്ച്ഡ് ആയിട്ട് നല്ല റൂഫ് വർക്കൊക്കെ ചെയ്ത് അകത്തോടെ സ്റ്റെയർ കേസ് ഒക്കെ കൊടുത്ത് നല്ല 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു വീട് ഇവിടെ വിൽപ്പനയ്ക്ക്. ഇച്ചിരി വേസ്റ്റ് കളയാനൊക്കെ എവിടെയാ സ്ഥലം? അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ പച്ചക്കറി, ഒരു ചീനിയോ വെണ്ടയോ കോവലോ പാവലോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വെക്കാൻ എവിടെയാ സ്ഥലം എന്ന് ചോദിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. കൂടുതലും ഇടുക്കി ജില്ലയിൽ നിന്ന് 5 ഏക്കറിലും 10 ഏക്കറിലൊക്കെ ജീവിച്ചിട്ട് അവർ വരുന്നതാ പാലായിലേക്ക് വീട് മേടിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതാ ഇവിടെ ഒരു സുവർണാവസരം വന്നിരിക്കുന്നത്. 19.5 സെന്റ് സ്ഥലത്തിലാണ് ഈ വീട് വന്നിരിക്കുന്നത്. 19.5 സെന്റ് സ്ഥലത്തില് 2100 സ്ക്വയർ ഫീറ്റ്, 2000-നും 3000-നും ഇടയ്ക്കൊക്കെ സ്ക്വയർ ഫീറ്റ് മതി. വലിയ പോഷ് വീട് വേണ്ട എനിക്ക്. അപ്പോ അങ്ങനെയുള്ള രീതിയിൽ അത് ക്ലീൻ ചെയ്യാനൊക്കെ ആളെ വേണ്ടേ എന്ന് ചോദിക്കുന്നവർ വേറൊരു ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഇത് 2100 സ്ക്വയർ ഫീറ്റ് ആണ് വീട്. 4 ബെഡ്റൂം ഉണ്ട്. 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ്. 3 മക്കളുണ്ടാവും, അപ്പനുണ്ടാവും, അമ്മയുണ്ടാവും. എല്ലാവർക്കും താമസിക്കുവാനായിട്ടുള്ള 4 ബെഡ്റൂം വേണം. ഇനി കൂടുതൽ ബെഡ്റൂമുകൾ വേണമെന്നുള്ളവർക്ക് മുകളിലേക്ക് വേണമെങ്കിൽ റൂം എടുക്കുവാനായിട്ട് സ്റ്റെയർ കേസും മുകളിലോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഒത്തിണങ്ങുമ്പോൾ ഹൈവേയുമായിട്ട് ഒത്തിരി ദൂരം വരരുത് എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇത് ഹൈവേയുമായിട്ട് വെറും 400 മീറ്റർ ദൂരം, ജംഗ്ഷനുമായിട്ട് 400 മീറ്റർ ദൂരം. ഇത് പാലാ പൊൻകുന്നം റോഡിൽ കൂരാലിക്ക് സമീപത്തായിട്ട് ഹൈവേയിൽ നിന്ന് 400 മീറ്റർ ദൂരത്തിൽ അടിപൊളി വീട് ഇവിടെ വിൽപ്പനയ്ക്ക്. ചോദിക്കുന്ന വില 1,30,00,000 രൂപ നെഗോഷ്യബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലൂടെ പോകാം. മീനച്ചൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ പാല പൊൻകുന്നം റോഡിലാണ്. പൊൻകുന്നം ടൗണുമായിട്ട് നിയറസ്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ ഏറ്റവും നല്ല മനോഹരമായ രീതിയിൽ തന്നെയുള്ള ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു അടിപൊളി വീട്. മുറ്റമെല്ലാം ഇന്റർലോക്ക് പാകിക്കൊണ്ടിരിക്കുന്നു. മുറ്റമെല്ലാം ഇന്റർലോക്ക് വിരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതാ മുറ്റത്തൊരു കിണർ നമുക്ക് കാണാം. അതൊന്നുകൂടി മഴയായതുകൊണ്ട് പെയിന്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. മഴയെല്ലാം കഴിഞ്ഞതിന് ശേഷം മുറ്റം ചുറ്റുമതിലുമെല്ലാം ഒന്നുകൂടി പെയിന്റ് ചെയ്ത് വൃത്തിയാക്കി എടുത്തു തരുന്നതുമാണ്. ഇതാണ് നല്ല റൂഫ് വർക്ക് ചെയ്ത കേരള സ്റ്റൈലിലുള്ള നല്ല അടിപൊളി വീട്. പുറത്തെ പെയിന്റിങ് മാത്രമാണ് ബാലൻസ് ഉള്ളത്. ബാക്കി അകത്തെ പണികളൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിരിക്കുന്നതാണ്. തേക്കിൻ തടി കൊണ്ടുള്ള ജനൽപ്പാളികള്, അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറ്, അകത്തെ ഡോറുകള് എല്ലാം തേക്കിന്റെ തടി കൊണ്ടുള്ള നല്ല അടിപൊളി വീട്. കാർ പോർച്ച്, വലിയ വാഹനങ്ങൾ വരെയും കയറ്റിയിടാൻ പാകത്തിന് വലിപ്പമുള്ള കാർ പോർച്ചാണ് ചെയ്തിരിക്കുക. സ്വീകരണ മുറിയില് നല്ല ഒരു ടൈൽ വർക്കുകള്, അതുപോലെ തന്നെ ഇന്റീരിയർ ജിപ്സം വർക്കുകൾ, അതെല്ലാം ലൈറ്റുകള്, ഫാനുകൾ എല്ലാം കൊടുക്കാനായിട്ടുള്ളതാണ്. അതെല്ലാം ചെയ്ത് നല്ല ഭംഗിയാക്കി തരുന്നതാണ്. ഇവിടുന്ന് ഇതാണ് റൈറ്റ് സൈഡിൽ ഒരു രൂപക്കോടിന്റെ പോയിന്റ് കാണുന്നത്. TV യൂണിറ്റിന്റെ പോയിന്റ് ആണ് ഈ കാണുന്നത്. TV യൂണിറ്റിന്റെ പോയിന്റ്. ഇവിടെ 4 ബെഡ്റൂം 4ഉം അറ്റാച്ച്ഡ് ആണ്. ഇത് നേരെ കാണുമ്പോൾ രൂപക്കോടിന്റെ പോയിന്റ് കാണുന്നു. ഒരു 2 ആഴ്ചത്തെ പണികൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. മഴയില്ലെങ്കിൽ മാത്രം 2 ആഴ്ച കൊണ്ട് തീർത്തെടുക്കാൻ പറ്റും. പുറത്തെ പണികളുടെ കാര്യത്തിൽ മാത്രമേ ഒരു ഡൗട്ടുള്ളൂ. നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ, വലിപ്പമുള്ള ടോയ്ലറ്റുകൾ, അതുപോലെ തന്നെ കിച്ചൺ, നല്ല വലിപ്പമുള്ള കിച്ചൺ. ഇതൊക്കെയാണ് വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ. ഇവിടെ ഡ്രസ്സിംഗ് ഏരിയയിൽ കബോർഡ് വർക്കുകളുണ്ട്. ലൈറ്റ് ഉണ്ടായിരുന്നതല്ല, വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നതല്ല. അതുകൊണ്ട് തന്നെ വെളിച്ചത്തിന്റെ ഒരല്പം പ്രശ്നമുണ്ട്. എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു. ബാത്റൂം ഫിറ്റിംഗ്സുകളെല്ലാം ബ്രാൻഡഡ് ആണ്. തടി കൊണ്ടുള്ള ഡോറുകൾ, അതുപോലെ തന്നെ തടി കൊണ്ടുള്ളതാണ് കട്ടള, അതുപോലെ പാളികൾ എല്ലാം തടി കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുക. ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. ഹൈവേയിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു 400 മീറ്റർ ദൂരം മാത്രമാണ് ഹൈവേയിൽ നിന്നുള്ള ദൂരം. അപ്പോൾ 400 മീറ്റർ ദൂരം വന്നു കഴിയുമ്പോൾ ഹൗസ് ഹോൾഡറായിട്ട് തിരിച്ചുപോയ നല്ല റെസിഡൻഷ്യൽ മേഖലയിൽ 19.5 സെന്റ് സ്ഥലത്തിലാണ് ഈ വീട്. വീടിന്റെ ബാക്കിലേക്ക് നല്ല രീതിയിൽ സ്ഥലമുണ്ട് എന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഒരു തെങ്ങ്, പ്ലാവ്, മാവ് അതുപോലെയുള്ള കൃഷികളൊക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസ് നമുക്ക് ഇവിടെ മുറ്റത്ത് നല്ലപോലെ ഉണ്ട്. ഫൈബറിന്റെ ഡോറാണ് ബാത്റൂം ഫിറ്റിംഗ്സ്. ബാത്റൂമിന്റെ ഡോറുകളെല്ലാം കൊടുത്തിരിക്കുക. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ടൈലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ തന്നെ ആളുകൾ കാണാൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വീഡിയോ ഷൂട്ട് ചെയ്ത് പണി കംപ്ലീറ്റ് ആയിട്ടാണ് എല്ലാ വീടുകളുടെയും വീഡിയോ ചെയ്യാറ്.
ഇത് പണികളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തത് അതുകൊണ്ടാണ്. ലോൺ ഫെസിലിറ്റീസ് ആവശ്യമുള്ളവർക്ക് ലോൺ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ചെയ്തു കൊടുക്കുന്നതാണ്. നമ്മൾ മീനച്ചിൽ ഹോംസ് തന്നെയാണ് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കും ഒക്കെ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ വീഡിയോയോടൊപ്പമുള്ള ഫോൺ നമ്പറിലേക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഫോൺ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ്. ലോണിന് ഫുൾ എമൗണ്ട് ലോൺ വേണ്ടവർക്കും ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും അതെങ്ങനെയെന്നുള്ളത് ഞങ്ങളെ ഫോണിൽ വിളിച്ചു കഴിയുമ്പോൾ മാത്രമാണ് ഞങ്ങൾ പറയാൻ സാധിക്കുക. കാരണം നിങ്ങളുടെ സാലറി എത്രയാണ്, ജോലിക്ക് കയറിയിട്ട് എത്ര നാളായി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് ലോൺ സൗകര്യങ്ങൾ നിൽക്കുക. 3 ഫേസ് ആണ് വയറിങ് കൊടുത്തിരിക്കുക. 3 ഫേസ് വയറിങ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും വയറിങ്, പ്ലംബിങ്, എല്ലാ കാര്യങ്ങളിലും ബ്രാൻഡഡ് എന്നുള്ള രീതിയിൽ ഏറ്റവും ക്വാളിറ്റി നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ചെയ്തിരിക്കുക. കടകളിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഈ 400 മീറ്റർ. തൊട്ടടുത്ത് തന്നെ ചെറിയ ഹോസ്പിറ്റലുകള്, ക്ലിനിക്കുകള്, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ്, ഹോട്ടലുകൾ എന്നിവ എല്ലാം നമുക്ക് തൊട്ടടുത്ത് തന്നെ ലഭിക്കുന്നതാണ്. പയ്യ ടൗണിലേക്ക് പോകുവാനായിട്ട് ഏകദേശം ഒരു 3 കിലോമീറ്റർ ദൂരവും പാലാ ടൗണിലേക്ക് ഏകദേശം ഒരു 8 കിലോമീറ്റർ ദൂരവുമാണ് ഈ പ്രോപ്പർട്ടിയുമായിട്ടുള്ള ദൂരം. നല്ല റെസിഡൻഷ്യൽ മേഖലയിൽ അടുത്ത വീടുകളൊക്കെ പണിതുകൊണ്ടിരിക്കുന്ന വീടുകളിൽ ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുന്ന ഏറ്റവും ആദ്യത്തെ വീട് തന്നെയാണ്. മനോഹരമായ ഒരു കിച്ചണിലേക്കാണ് നമ്മൾ കയറിയത്. കിച്ചന്റെ കബോർഡ് മുഴുവൻ തേക്കിൻ തടി കൊണ്ട് നിർമ്മിതമായ ഒരു സെമി ഓപ്പൺ കിച്ചണിലേക്കാണ് നമ്മൾ കയറിയത്. മുഴുവൻ തടികളും തേക്ക് കൊണ്ട് തന്നെയാണ് കിച്ചൺ കബോർഡുകൾ ചെയ്തിരിക്കുക. അതുപോലെ തന്നെ വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയയിൽ വാഷിംഗ് മെഷീൻ വെക്കുവാനായിട്ടുള്ള പോയിന്റ്, കിച്ചണിൽ ഫ്രിഡ്ജ് വയ്ക്കുവാനായിട്ടുള്ള പോയിന്റ്, പുകയില്ലാത്ത അടുപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗ്യാസിനൊക്കെ എന്തെങ്കിലും ഷോർട്ടേജ് വന്നാലും നമുക്ക് വീട്ടിൽ തീ കത്തിക്കുവാനുള്ള രീതിയിൽ തന്നെ ഗ്യാസ്, പുകയില്ലാത്ത അടുപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗംഭീരമായ വീട്. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. അതുപോലെ തന്നെ മനോഹരമായ ഈ വീടിന്റെ ദൃശ്യങ്ങൾ. മുകളിലോട്ട് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ബെഡ്റൂമുകൾ വേണം എന്ന ആവശ്യമുള്ളവർക്ക് മുകളിലേക്ക് ബെഡ്റൂം എടുക്കുവാനും, അല്ലെങ്കിൽ തുണി വാഷ് ചെയ്യാൻ വാഷിംഗ് മെഷീനൊക്കെ വേണമെങ്കിൽ മുകളിൽ വെച്ച് തുണി വാഷ് ചെയ്ത് ഉണങ്ങാൻ ഇടുവാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഈ മുകളിലത്തെ നില ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തത് കൊണ്ട് തന്നെ വീടിന്റെ ആയുസ്സും അതുപോലെ തന്നെ വീടിന്റെ പഴക്കവും എല്ലാം നിലനിൽക്കുന്നതാണ്. അതുപോലെ തന്നെ മുകളിലാണെങ്കിലും റെഡ് ഓക്സൈഡ് പോലെ തന്നെ പെയിന്റ് അടിച്ച് എല്ലാം ഭംഗിയാക്കി വൃത്തിയാക്കി എടുത്തിരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.